നമസ്കാരം. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതുൾപ്പെടെയുള്ള കേസുകളിൽ അറസ്റ്റിലായ അർജുനായി പോലീസ് കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊച്ചി കടവന്ത്രയിലെ അപ്പാർട്ട്മെന്റിലായിരുന്നു തെളിവെടുപ്പ്. തനിക്കെതിരെയുള്ള കേസുകളെല്ലാം നിസ്സാരമെന്നായിരുന്നു തെളിവെടുപ്പിനിടെ അർജുനായിയുടെ പരിഹാസം. കോതമംഗലം പുന്നോക്കോട് നടന്ന ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അർജുനായി പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ 20 ദിവസത്തിലധികം ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിലിറങ്ങിയ അർജുൻ കോതമംഗലം സിഐയെ ഭീഷണിപ്പെടുത്തി ഫേസ്ബുക്കിൽ പോസ്റ്റിടുകയായിരുന്നു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെയും ഇയാൾ പോസ്റ്റുകൾ പങ്കുവച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെയാണ് ഇയാളെ പോലീസ് വീണ്ടും വലയിലാക്കിയത്. ഒളിവിൽ കഴിയാൻ സഹായിച്ച കടവന്ത്രയിലെ ഫ്ളാറ്റിലേക്ക് കൈവിലങ്ങ് അണിയിച്ചാണ് പോലീസ് സംഘം അർജുനെ എത്തിച്ചത്. അർജുന് ഒളിത്താവളമൊരുക്കിയ സുഹൃത്തുക്കളായ സൗദ് ഇസ്മായിൽ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ നൽകിയ മറ്റു സഹായങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. അതേസമയം തെളിവെടുപ്പിനിടെ മാധ്യമപ്രവർത്തകരെ കണ്ട അർജുനായി പോലീസിനെതിരെ പരിഹാസമുയർത്തി. ഇതെല്ലാം നായയെ കൊന്നതുപോലുള്ള നിസ്സാര കേസുകളാണെന്നും എല്ലാ കേസുകളും വരട്ടെ, എല്ലാം നേരിടുമെന്നും ഇയാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. കനത്ത പോലീസ് സുരക്ഷയിൽ കൊച്ചി കടവന്ത്രയിലെ ഒരു പ്രമുഖ അപ്പാർട്ട്മെന്റിലായിരുന്നു തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത്. പോലീസിനെ വെട്ടിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അർജുൻ ഒടുവിൽ പിടിയിലാകുന്നതിന് തൊട്ടു മുൻപ് താമസിച്ചിരുന്നത് ഈ ഫ്ളാറ്റിലായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. കൈവിലങ്ങ് അണിയിച്ചുകൊണ്ടാണ് പോലീസ് സംഘം ഈ പ്രതിയെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ പോലീസ് നടപടികളെയോ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെയോ ഒട്ടും തന്നെ കൂസാത്ത ഭാവത്തിൽ തന്നെയായിരുന്നു അർജുനായിയുടെ പ്രതികരണം. എല്ലാ കേസുകളും വരട്ടെ, എല്ലാം നേരിടുവാൻ താൻ തയ്യാറാണെന്നാണ് ഇയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യം പ്രതികരിച്ചത്. മാത്രമല്ല, തനിക്കെതിരെയുള്ള കേസുകളെല്ലാം തന്നെ വളരെ നിസ്സാരമാണെന്നും വെറുമൊരു നായയെ കൊന്ന കേസ് പോലെ മാത്രമേ ഇതിനെയും കാണുന്നുള്ളൂ എന്നും ഒക്കെയാണ് ഇയാൾ പോലീസിനെ സാക്ഷി നിർത്തി പരിഹസിച്ചത്. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിച്ചു എന്ന പോലീസിന്റെ വാദത്തെ തള്ളിയ അർജുൻ തന്റെ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും പിന്നീട് പറയുകയായിരുന്നു. ഈ കേസിന്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കോതമംഗലം പുന്നോക്കോട് നടന്ന ഒരു ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിനെ തുടർന്നുകൊണ്ടാണ് അർജുനായി പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ 20 ദിവസത്തിലധികം ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ ശേഷമാണ് ഇയാൾക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കോടതി നിർദ്ദേശങ്ങളിൽ കാറ്റിൽ പറത്തിയ അർജുൻ സോഷ്യൽ മീഡിയയിൽ സജീവമായി. തന്റെ കേസ് അന്വേഷിച്ച കോതമംഗലം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സർവീസിൽ നിന്നും വിരമിച്ചാൽ പോലും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇയാൾ ആദ്യം പങ്കുവച്ചത്. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഊന്നുകൽ SHOയെ ഇൻസ്റ്റാഗ്രാമിലൂടെയും വെല്ലുവിളിച്ചു. ഇതോടെ പോലീസ് നിയമ നടപടികളിലേക്ക് നീങ്ങുകയും അർജുനായിയുടെ ജാമ്യം റദ്ദാക്കൽ കോടതിയെ സമീപിക്കുകയും ചെയ്തു. നിയമം ശക്തമായതോടെ അർജുൻ ഒളിവിൽ പോവുകയായിരുന്നു. എന്നാൽ ഒളിവിലിരുന്നു കൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അധിക്ഷേപിച്ചും വെല്ലുവിളിച്ചും ഇയാൾ നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നു. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി കർശനമായി തള്ളിയതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂരിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അർജുനായി ഒളിവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിനെ വട്ടം ചുറ്റിച്ച വൻ ശൃംഖലയെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിവരങ്ങൾ തേടുന്നത്. അർജുൻ ഒളിവിൽ കഴിയാൻ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി നൽകിയ കൊച്ചിയിലെ ഫ്ളാറ്റിലെ താമസക്കാരായ സൗദ് ഇസ്മായിൽ എന്നീ 2 സുഹൃത്തുക്കളെയും പോലീസ് നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തതാണ്. ഇവർ സാമ്പത്തികമായും അല്ലാതെയും പ്രതി എങ്ങനെ സഹായിച്ചു എന്നതിനെ കുറിച്ച് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിശദാന്വേഷണം നടത്തുന്നത്. ഇതുകൂടാതെ ഈ അർജുൻ ഒളിവിൽ പോകുവാൻ ഉപയോഗിച്ചതായി സംശയിക്കുന്ന കാർ തളിപ്പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പോലീസ് കണ്ടെത്തിയത്. അർജുന്റെ ഒരു അടുത്ത ബന്ധുവിന്റെ പേരുള്ളതാണ് ഈ വാഹനം. ഈ കാർ കേന്ദ്രീകരിച്ചും ഫോൺ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചും നടത്തിയ ശാസ്ത്രീയ അന്വേഷണമാണ് ഒടുവിൽ പ്രതി കണ്ണൂർ നഗരത്തിൽ വെച്ച് തന്നെ കുടുക്കുവാൻ പോലീസിന് സഹായിച്ചത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ അർജുന്റെ അക്കൗണ്ടുകൾ മറ്റാരെങ്കിലും കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അർജുനായി ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പെടുന്നത്. മുൻപ് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസിൽ ഇയാൾ പ്രധാന പ്രതിയായിരുന്നു. അക്കാലത്ത് ഡിവൈഎഫ്ഐ അണികൾക്കിടയിൽ സൈബർ ഇടങ്ങളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന അർജുനെ ക്രിമിനൽ പശ്ചാത്തലം പുറത്തുവന്നതോടെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് 2023 ട്രെയിനിൽ വെച്ച് വനിതാ റെയിൽവേ TTയെ കയ്യേറ്റം ചെയ്ത കേസിലും ഇയാൾ റിമാൻഡിലായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരന്തരമായി ക്രിമിനൽ കേസുകളിൽ ഏർപ്പെടുകയും ജാമ്യത്തിലിറങ്ങി വീണ്ടും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അർജുനായിക്കെതിരെ കാപ്പ, അതായത് കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം ഗുണ്ടാ നിയമം ചുമത്തുവാൻ പോലീസ് നീക്കം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി ഇയാളുടെ പൂർണ്ണമായ ക്രിമിനൽ ചരിത്രം വളപട്ടണ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ അനുമതി ലഭിക്കുന്നതോടെ അർജുനെ കരുതൽ തടങ്കലിലേക്ക് മാറ്റുവാനും പോലീസിന് സാധിക്കും. നിയമവ്യവസ്ഥയും ആഭ്യന്തര വകുപ്പിനെയും വെല്ലുവിളിക്കുന്ന ഇത്തരം സൈബർ ഗുണ്ടകൾക്കെതിരെ കർശന നടപടി വേണമെന്നാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്ന ആവശ്യം. മുൻകൂർ ജാമ്യം തള്ളിയിട്ടും സോഷ്യൽ മീഡിയയുടെ പോലീസിനെ പരസ്യം അധിക്ഷേപിച്ച അർജുനായിയുടെ ഈ മാസ് എൻട്രി നാടകങ്ങൾക്ക് ഒടുവിൽ പോലീസിന്റെ ശക്തമായ നടപടികളിലൂടെയാണ് പൂട്ടുവീണത്.
വരും ദിവസങ്ങളിൽ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതോടെ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി മറ്റു സ്റ്റേഷനുകളിലെ കേസുകളിലേക്കും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അർജുൻ ആന്റണിയുടെ അറസ്റ്റും അതിനുശേഷമുള്ള പ്രതികരണങ്ങളും കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി തുറന്നു. ഒരു കാലത്ത് കണ്ണൂരിലെ CPIM, DYFI സൈബർ ഗ്രൂപ്പുകളിൽ സജീവ സാന്നിധ്യമായിരുന്ന അർജുൻ ആന്റണി പാർട്ടി പശ്ചാത്തലം സ്വന്തം ക്രിമിനൽ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു എന്നാണ് ഉയർന്ന പ്രധാന ആക്ഷേപം. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിന് പിന്നാലെ തന്നെ പാർട്ടി ഇയാളെ തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വലിയൊരു വിഭാഗം യുവാക്കളെ സ്വാധീനിക്കുവാൻ ഇയാൾക്ക് കഴിയുന്നുണ്ട് എന്നത് പോലീസിനെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഒരുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്നു. അതേസമയം അർജുൻ ആന്റണിയെ പോലുള്ള ക്രിമിനലുകൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് DYFI സംസ്ഥാന നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇത്തരം തരംതാണ സൈബർ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുമായി മുന്നോട്ടു പോകുവാൻ പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും ഭരണ നേതൃത്വം വ്യക്തമാക്കുന്നു. എന്നാൽ പ്രതിക്ക് ഒളിവിൽ കഴിയാൻ CPM അനുഭാവികളായ ചിലർ പ്രാദേശികമായ സഹായം നൽകുന്ന ആക്ഷേപവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. എന്നാൽ പ്രതിക്ക് ഒളിവിൽ കഴിയാൻ CPM അനുഭാവികളായ ചിലർ പ്രാദേശികമായി സഹായിച്ചുവെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. കൊച്ചിയിലെ ഫ്ളാറ്റിൽ അർജുന് താവളമൊരുക്കിയ സുഹൃത്തുക്കളുടെ രാഷ്ട്രീയ പശ്ചാത്തലവും പോലീസ് അന്വേഷിക്കുകയാണ്. ജാമ്യത്തിൽ ഇറങ്ങുന്ന ക്രിമിനലുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പോലീസിനെയും സാക്ഷികളെയും ഭീഷണിപ്പെടുത്തുന്ന പുതിയ പ്രവണതയ്ക്ക് കടുത്ത തിരിച്ചടി തന്നെയാണ് അർജുൻ ആന്റണിയുടെ ഈ അറസ്റ്റ്. മുൻപ് കോടതി നൽകിയ ജാമ്യ വ്യവസ്ഥകൾ ഇയാൾ ലംഘിച്ചതായി പോലീസ് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കേസിൽ ജാമ്യം ലഭിച്ച പ്രതി സമാനമായ രീതിയിൽ വീണ്ടും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുകയോ അന്വേഷണ ഉദ്യോഗസ്ഥരെ പരസ്യമായി വെല്ലുവിളിക്കുകയോ ചെയ്താൽ ജാമ്യം റദ്ദാക്കൽ നിയമത്തിൽ വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. അർജുൻ ആന്റണി തന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി നടത്തിയ ലൈവ് വീഡിയോകളും പോസ്റ്റുകളും സൈബർ പോലീസ് പ്രത്യേകമായി ശേഖരിച്ചു വരികയാണ്. ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കൽ ഇയാൾ ശ്രമിച്ചുവെങ്കിലും ഫേസ്ബുക്ക് മെറ്റ അധികൃതരിൽ നിന്നും ഡിലീറ്റ് ചെയ്ത പോസ്റ്റുകളുടെയും മെസ്സേജുകളുടെ വിവരങ്ങൾ വീണ്ടെടുക്കുവാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. മൊബൈൽ ഫോൺ പോലീസിന് നൽകിയിട്ടുണ്ടെന്ന് അർജുൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥ ഫോൺ തന്നെയാണോ അതോ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി മാറ്റിവെച്ച മറ്റേതെങ്കിലും ഫോണാണോ എന്നാണ് സൈബർ വിദഗ്ധർ പരിശോധിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമാകുവാൻ പോകുന്നത് അർജുനെതിരെ കാപ്പ നിയമം ചുമത്താനുള്ള പോലീസിന്റെ നീക്കം തന്നെയാണ്. തുടർച്ചയായി സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന കുറ്റവാളികളെ വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ പാർക്കാൻ അനുവാദം നൽകുന്നതാണ് ഈ നിയമം. അർജുൻ ആന്റണിക്കെതിരെ നിലവിൽ കണ്ണൂരിലും എറണാകുളത്തുമായി നിരവധി ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യക്തിയെ കാപ്പ പ്രകാരം ഗുണ്ടയെ പ്രഖ്യാപിക്കണമെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ഇയാൾ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ രേഖകൾ ആവശ്യമാണ്. വളപട്ടണം പോലീസ് തയ്യാറാക്കിയ ഇയാളുടെ ക്രൈം ഹിസ്റ്ററി റിപ്പോർട്ട് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ പരിഗണനയിൽ തന്നെ. കളക്ടറുടെ ഉത്തരവ് പുറത്തു വരുന്നതോടെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള അർജുന് ഈ കേസിൽ ജാമ്യം ലഭിച്ചാൽ പോലും പുറത്തിറങ്ങാൻ സാധിക്കില്ല. 6 മാസം മുതൽ 1 വർഷം വരെ ജയിലിനുള്ളിൽ തന്നെ കഴിയേണ്ടി വരും. ഇത് ഇയാളുടെ കൊട്ടേഷൻ ശൃംഖലയെ പൂർണ്ണമായി തകർക്കുവാൻ സഹായിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്.